ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് ഹോട്ടലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ കണ്ണൂർ പോയപ്പോൾ അവിടെ നിന്ന് നല്ല ഫ്രഷ് കല്ലുമ്മക്കായ കിട്ടിയിട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കല്ലുമ്മക്കായ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്തു ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഈ തോടൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുത്തു. അപ്പോൾ വേവിച്ചെടുത്ത് വന്നപ്പോഴത്തേനും അതിൻ്റെ വായ ഇങ്ങനെ തുറന്നു വന്നു കേട്ടോ, ചിപ്പിയിടാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോഴത്തേനും പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് ദശയുടെ ഉള്ളിലുള്ള ദശ അങ്ങോട്ട് എടുക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് പോരും. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഈ കാണുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. പിന്നെ അതേപോലെ ഈ കക്കാർച്ചിയുടെ ഉള്ളിലെ വേസ്റ്റ് കളയുന്ന പോലെ ഇതിൻ്റെ മേളിലും ഒരു വേസ്റ്റ് ഉണ്ട്, അതും കൂടി നമ്മളെടുത്ത് കളയാം. അത്രേ ഉള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മസാലക്കൂട്ട് വെക്കാം. മസാലക്കൂട്ടിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. മസാലപ്പൊടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ, അളവിനനുസരിച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ 2 തരം മുളക് പൊടി എടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ നോർമൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ. എന്നിട്ട് ആ അരപ്പ് നന്നായിട്ട് നമ്മുടെ കല്ലുമ്മക്കായ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം. കുറച്ച് നേരം അത് ഇരിക്കണം, ആ മസാല ഒന്ന് പിടിക്കാനായിട്ട്, നല്ല അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കതിനൊന്ന് കുറച്ച് നേരം ഒന്ന് വെക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കല്ലുമ്മക്കായ മസാല ഒഴിച്ച് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം മൊരിഞ്ഞു പോകണ്ട, അധികം മൊരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് എടുക്കുന്ന പരുവത്തിലായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.